ഇവിടെ പലരുമേയും ഈ 100 കോടിയൊക്കെ കടക്കാൻ വേണ്ടി ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുത്തം വന്ന് ദേ നിസ്സാരമായിട്ട് 100 കോടി കടന്നു പോകുന്നത്. ദൃശ്യം 3യെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ നാളെ കൊണ്ട് ദൃശ്യം 3 100 കോടി കിടക്കുന്ന ചിത്രമായി മാറും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ട്രാക്കിംഗ് കളക്ഷനും ഒക്കെ നോക്കുമ്പോൾ ദൃശ്യം 3 നാളെയല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസം 35 കോടി 35 കോടി റേഞ്ചിൽ നേടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നാളെ കൊണ്ട് ദൃശ്യം 3 100 കോടിയിലേക്ക് എത്തും. 100 കോടിയല്ല, ഒരു 100, 115, 120 കോടി റേഞ്ചിലേക്ക് നാളെ കൊണ്ടെത്തും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഞായറാഴ്ച കൊണ്ട് 150 കോടിയും പിന്നിടുന്ന ദൃശ്യമായി മാറും എന്നുള്ളതാണ്. പിന്നെ ലാലേട്ടൻ്റെ 5ാമത്തെ 100 കോടി എന്നൊക്കെയുള്ള ഒത്തിരി പ്രത്യേകതയുണ്ട്. ഏതായാലും 100 കോടി അടിച്ചതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി പറയാം. ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച് ഇത് 4 മണിക്ക് കിട്ടിയ കണക്കും പ്രകാരം 5 കോടി 5 ലക്ഷം രൂപയാണ് പ്രീഫെയിൽ ഇനത്തിൽ നാളത്തെ കളക്ഷൻ. 5 കോടിക്ക് മുകളിലാണ് പ്രീഫെയിൽ ഇനത്തിൽ നാളത്തെ കളക്ഷൻ. അങ്ങനെയെങ്കിൽ നാളെ ഇത് 10 കോടി അടുത്തെങ്കിലും ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമാണ്. വേൾഡ് വൈഡ് ഒരു 35 കോടിയെങ്കിലും നാളെയും നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മികച്ച രീതിയിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. വൈകാതെ തന്നെ 200 കോടി കിടക്കുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറും. ബുക്ക് മൈ ഷോ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ഇത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏകദേശം ഇന്ന് നമ്മൾ അല്പം മുമ്പ് നോക്കിയപ്പോൾ ഏകദേശം 29,380 ടിക്കറ്റോളം മണിക്കൂറിൽ വിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് 2ാമത്തെ ദിവസമാണെന്ന് വിചാരിക്കുക. അതേപ്പറ്റി പോസിറ്റീവ് മാത്രമല്ലായിരുന്നു, ഇടയ്ക്ക് അങ്ങിങ്ങുമെന്നൊക്കെ ചില ഡീഗ്രേഡിങ് നേരിട്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പം അങ്ങ് തകർന്നു പോകുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താ പറഞ്ഞാൽ അത് ആ വെള്ളം അങ്ങ് അടുപ്പത്ത് നൂരി വെച്ചത്. ഇത് മോഹൻലാൽ ആടാ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഒരു 300 കോടി 500 കോടിയൊക്കെ ഉണ്ട്. 500 കോടി കിട്ടും എന്നുള്ള സംശയമാണ്. 500 കോടിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുതിയ ചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററിലുണ്ട്. തിരടിയുണ്ട്, സൂര്യയുടെ കുറിപ്പുണ്ട്. ഇതൊക്കെ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ട് ദൃശ്യം 3ക്ക് കുറച്ച് തിയേറ്റർ കുറവുണ്ട്. അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇറാനെ പോലെയൊക്കെ അനേകം തിയേറ്ററിൽ ഇത് ചാർട്ട് ചെയ്തിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് എമ്പുരാൻ വരെ തകർന്നു പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. നമ്മൾ ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ദൃശ്യം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇത് മോഹൻലാലാടാ, ഇത് ജോർജ് കുട്ടിയാടാ, ഇത് ദൃശ്യമാടാ എന്നാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കളക്ഷൻ റെക്കോർഡിൻ്റെ കാര്യം 100 കോടി അടിക്കുമോ എന്നുള്ളതൊന്നും ആർക്കും സംശയമില്ലായിരുന്നു. ഇനി 200 കോടി കടക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. അത് ഒരാഴ്ചക്കുള്ളിൽ 200 കോടി കിടക്കും. അങ്ങനെ ലാലേട്ടൻ്റെ ദൃശ്യം 100 കോടി പിന്നിടുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുണ്ട്. അതുപോലെ ഞായറാഴ്ച ദിവസവും മികച്ച പ്രീഫെയിൽ കിട്ടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ശനി ഞായറത്തെ പ്രീഫെയിൽ തന്നെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 8 കോടിക്ക് മുകളിലാണ് 4 മണിക്ക് പുറത്ത് വന്ന വാർത്ത പ്രകാരമുള്ളത്. അങ്ങനെയെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 6.5-7 കോടി റേഞ്ചിൽ തന്നെ ആയിരിക്കാം ഞായറാഴ്ചത്തെയും പ്രീഫെയിൽ. അങ്ങനെയെങ്കിൽ ഒന്നും ഓർക്കേണ്ട, ഞായറാഴ്ച കൊണ്ട് 150 കോടി കിടക്കുന്ന ദൃശ്യത്തെ നമുക്ക് കാണാൻ പറ്റും. സുവർണ ദൃശ്യം. അപ്പം ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും സിനിമാ സംബന്ധമായ വാർത്തകൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സന്ദർശിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ പറയാത്തതുകൊണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ചാണ് പറയുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.